ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് ആയിട്ടുള്ള പ്ലാൻ നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ കവറേജും അതിൻ്റെ ബെനിഫിറ്റും എന്താണെന്നുള്ളത്. ഓരോ പോളിസിക്കും ഓരോ ടൈപ്പായിരിക്കും അതിൻ്റെ കവറേജ് വരുന്നത് അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ് വരുന്നത്. അപ്പം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബെനിഫിറ്റ് അതിനുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഓരോ പോളിസിയും നമുക്ക് ഉതകുന്ന പോളിസിയാണോ, ഇപ്പോൾ ഫാമിലി ഹെൽത്ത് ആണോ നോക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് ആണോ നോക്കുന്നത്, അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പോളിസി തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്. കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളുള്ള കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത്തരം പോളിസിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസ്, നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയല്ല മറ്റു സ്ഥലങ്ങളിൽ പോയാൽ പോലും നമുക്കൊരു എമർജൻസി കേസ് വന്നാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ളത്. നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളെല്ലാം ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ആ ക്യാഷ്ലെസ് ഫെസിലിറ്റി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കിടന്ന് ചികിത്സിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹോസ്പിറ്റൽ ബില്ലിനെ അതിന് ഇൻഷുറൻസ് കമ്പനി അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം റീഇംബേഴ്സ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാറും. നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ബില്ല് സെറ്റിൽ ചെയ്യുക, എന്നിട്ട് പിന്നീട് അതിന് റീഫണ്ടിന് വേണ്ടി അപേക്ഷിക്കുക. അതാണ് റീഇംബേഴ്സ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ പ്രീമിയമാണ്. നമുക്ക് എത്ര പ്രീമിയം അതിൽ വരും, നമുക്ക് അഫോർഡബിൾ ആണോ, നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രീമിയം ആണോ അതിനകത്ത് വരുന്നത്. ചില ആഡ് ഓൺസ് ഒക്കെ ചേരുമ്പോൾ പ്രീമിയം കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ആഡ് ഓൺസ് നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ സം ഇൻഷ്വേർഡ് ആണ്. സം ഇൻഷ്വേർഡിൽ നമുക്ക് ഉതകുന്ന സം ഇൻഷ്വേർഡ്, അതായത് ഇപ്പോൾ 5 ലക്ഷം മുതൽ മിനിമം, ഇപ്പോൾ ഫാമിലിക്കൊക്കെ നമ്മൾ 5 ലക്ഷമാണ് എടുക്കേണ്ടത്. കാരണം ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം ഹോസ്പിറ്റൽ ബില്ലുകളുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് കൂടി വരികയാണ്. അപ്പോൾ മിനിമം ഒരു 5 ലക്ഷമെങ്കിലും ഇല്ലാതെ ഒരു ചെറിയ ഫാമിലിക്കൊന്നും അതിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ പോകും. അപ്പോൾ 5 ലക്ഷം രൂപ മിനിമം തുടങ്ങി 1 കോടി വരെയൊക്കെ നമുക്ക് സം ഇൻഷ്വേർഡ് എടുക്കാവുന്ന പോളിസികളുണ്ട്. അപ്പോൾ അത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ചില സം ഇൻഷ്വേർഡിൽ റൂം റെൻറ്റിന് ഇത്രേ കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ലിമിറ്റ്, പല അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഇത്ര സബ് ലിമിറ്റ് ഉണ്ടെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ്, എത്ര നാൾ വെയിറ്റ് ചെയ്താലാണ് ഒരു പോളിസി ഇൻഫോഴ്സിലേക്ക് എത്തുന്നത്. അതായത് പോളിസി എടുത്താൽ പിറ്റേന്ന് തന്നെ പോളിസി ഇൻഫോഴ്സിൽ വരില്ല. 30 ദിവസം എങ്കിലും മിനിമം കഴിഞ്ഞാൽ മാത്രമാണ് ആ പോളിസി ഒന്ന് ഇൻഫോഴ്സിലേക്ക് എത്തുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് മുന്നേ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര നാൾ തുടങ്ങിയുള്ളതിന് കവറേജ് കിട്ടും. അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് പിന്നെ നമ്മൾ മെഡിസിനോ ചെക്കപ്പിനോ ഒക്കെ പോകുമ്പോൾ എത്ര ദിവസം വരെയുള്ള ട്രീറ്റ്മെൻറ്റിനുള്ളത് നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റ് ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്, അതായത് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറുണ്ടോ, പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കവറുണ്ടോ, ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഒന്ന് നോക്കേണ്ടതുണ്ട്. അതായത് ആ ഒരു കമ്പനി അതിൻ്റെ ക്ലെയിമൊക്കെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ എത്രയുണ്ട്, എത്ര പെട്ടെന്നാണ് അത് സെറ്റിൽ ചെയ്യുന്നത്, ആ ഒരു കണക്കൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ക്ലെയിം പ്രോസസ്സ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് അനുയോജ്യമായ പോളിസികൾ വേണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന് എടുക്കാനുള്ളത്. എന്നാൽ മാത്രമാണ് നമ്മൾ എടുക്കുന്ന ആ ഒരു ഉദ്ദേശത്തിനുള്ള ബെനിഫിറ്റ് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് ഉചിതമായ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാനും എടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗൈഡൻസ് എടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.